ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിനെ മറ്റും എന്താ ഷെയർ ചെയ്താൽ മതി. ഇത് കാണുമ്പോൾ അറിയുമല്ലോ, നമ്മൾ ബാഗ് ഉണ്ടാക്കുന്ന പോലെ ഇല്ല, അത്രയും സാധനമാണ്. ഒരു സാധനം എടുക്കാൻ ബന്ധാക്കിയിട്ട് കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ബാഗാണ്. ബാഗ് കാണുമ്പോൾ അറിയാം വാട്ട്സ് ഇൻ മൈ ബാഗാണ്. അപ്പോൾ ഇത് ബ്രാൻഡ് വിവി എന്ന് പറഞ്ഞൊരു പേര് ഇതിൽ കൊടുത്തിട്ട് ബ്രാൻഡ് ഗൂച്ചി നല്ല ബ്രാൻഡാണ്. നമുക്കറിയാം, എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. വാട്ട്സ് ഇൻ മൈ ബാഗല്ല, വാട്ട്സ് ഇൻ മൈ ആക്രി ബാഗ് എന്നാണ് പറയേണ്ടത്. അത്രയ്ക്ക് സാധനം. വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് കലാവിരുദ്ധകൾ വെക്കുന്നൊരു ബാഗാണ്. അത് തന്നെ ഇത് തുറന്നിട്ടാകുമ്പോൾ നസീബ് കുറേ നല്ല സ്പേസുള്ള ബാഗാണ്. അപ്പോൾ തുറന്നിട്ടാകുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ബാഗ്, വൈറ്റ് കളർ. ഇതെന്താ ഇങ്ങനെ ഡാൻ ബോയാലി എന്നത്. ഇത് ഞാൻ തുറന്ന് കാണിച്ചത്. ഉറങ്ങിയിട്ടുണ്ട് സാധനങ്ങളെല്ലാം. ഇതാണ് എൻ്റെ സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത്. എൻ്റെ കലാവേദികളാണ്. ഞാൻ എൻ്റെ കപ്പാട്ടിൽ അന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്, എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചരം. ദിസ് ഈസ് മൈ കബോർഡ് ബൈ കെൻസ. ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, റാബിറ്റ് സ്റ്റിക്കർ, യൂണിക്കോൺ സ്റ്റിക്കർ, ബട്ടർഫ്ലൈ സ്റ്റിക്കർ, മിൽക്ക് സ്റ്റിക്കർ. താങ്ക് യു എൻ്റെ ഒരു ലവ് ഉണ്ട്. ഇല്ലേ, ഞാൻ എൻ്റെ കപ്പാട്ടിൽ അങ്ങനത്തെ ഒരു കപ്പാട്ടുണ്ട് എനിക്ക്. കപ്പാട്ടിൽ മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ ഇതാണ് കണ്ടത്. സ്റ്റിക്കർ ഒട്ടിച്ചത് ഞാൻ എഴുതിയത് എന്തൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചതാണെന്ന്. ഇനി അടുത്ത അതിൽ എഴുതിയിട്ടുള്ളത് ബാക്കി ഫുൾ സ്റ്റിക്കർ നോട്ടാണ്. എഴുതിയത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാം, കെൻസാസ് വേൾഡ് എന്ന് കർസീവായിട്ട് എഴുതി. പിന്നെ അത് യൂട്യൂബിൻ്റെ ചിഹ്നം എന്താ, പിന്നെ അതിൽ കെൻസാസ് വേൾഡ്, 141 സബ്സ്ക്രൈബേഴ്സ്, 33,929 എന്ത് വ്യൂവേഴ്സ്. ഇതാണ് എഴുതിയിട്ടുള്ളത്. ഇത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒരു അടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ എൻ്റെ അടുത്തേക്കലാണ് നിങ്ങൾ കാണുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ കീ ചെയിൻ, ഒരു നല്ല ക്യൂട്ട് കീ ചെയിൻ ഉണ്ട്. ഇതെൻ്റെ ഡ്രസ്സിന് പൊട്ടിയപ്പോൾ ഇതിലിട്ട കേട്ടോ. നേരിട്ട് കാണുന്നതിനായിട്ട് വീഡിയോ കാണുമ്പോൾ ചെയ്യലും ഗൈസ്. പിന്നെ ഇത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കീറി വെക്കുന്നുണ്ട് പേപ്പർ. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇത് ഞാൻ കൊണ്ടുപോകാറില്ല കേട്ടോ, വെറുതെ പേരിലിരിക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ്. എവിടെ കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഉണ്ടാകുമ്പോൾ ഇല്ലേ കുറേ സാധനം വെച്ചിട്ട് വെക്കുന്നത്. ഇതാ ഇനി ഗൂച്ചി ബാഗിൽ ഇനി ഒരു ബാഗും കൂടി ഉണ്ട്. അതാണ് ഒരു ഗ്രീൻ കളർ ക്യൂട്ട് ബാഗ്. എല്ലാം ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ബാഗ്, ആ ബാഗ് ഇടാൻ എൻ്റെ കിച്ചണിൽ ഞങ്ങൾ വിളിച്ചിരുന്നു. ഈ ബാഗ് ഇതാ ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടുന്നൊരു ബാഗാണിത്. പിന്നെ ഇതിട്ടാൽ ഫുള്ള് കുടുങ്ങും കേട്ടോ. ഇട്ടുതരാം. ഇതാണ് ഇങ്ങനെ ഇടാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. ഇതിൽ കുറച്ച്
ഇത് ഞാൻ ഇവിടെ പോകുമ്പോൾ എന്തെങ്കിലും പൊളിഞ്ഞാൽ ഇടുന്നു. മറ്റേ പൊളിഞ്ഞാൽ എന്തെങ്കിലും പൊളിഞ്ഞെന്ന് വിചാരിച്ചു അപ്പോൾ ഇടുന്ന സാധനമാണ് ഇന്നിട്ട് കണ്ടത്. അപ്പോൾ അത്രയിൽ വരാനുണ്ട്. എൻ്റെ ഒരു കരാവിച്ചത് എൻ്റെ കപ്പാടിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്ന ആണ് ഇലക്ക ഇട്ടിട്ട് വെക്കുന്നത്. ഞാൻ പറയാം. അടുത്ത ഇത് എൻ്റെ മിന്നി കപ്പാടെന്ന് വെച്ചത്. പിന്നെ ഒന്ന് ഇത് പൗഡർ ഇടണോ തോന്നിയാലോ എന്ന് പറഞ്ഞ് ഒരു പൗഡർ എൻചാൻഡർ അതെന്തോ ഉണ്ട്. ഇതാണ് സാധനം. ഇട്ടിട്ടുണ്ട്. ഇത് വെക്കട്ടെ. ഇതിവിടെ ഇടണം. ഞാനൊരു സീസർ, അതായത് കത്തി. സീസറും വെറുതെ വീഡിയോക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഇതെൻ്റെ കരാവിച്ചതാണ്. എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. ഇനി അടുത്തയിൽ വരികയാണെങ്കിൽ പിന്നെ ഇതാണ് എൻ്റെ സ്കെയില്. എൻ്റെ പണി നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ? വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ നാട് എവിടെയാണ് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ കാസർഗോഡ് തളങ്കര പടിഞ്ഞാറിലാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനത്തെ കുറേ എഗ്സ് കട്ടേഴ്സ്. പിന്നെ അതാദ്യം കുറേ കളർ കട്ടേഴ്സ് ഇട്ടതാ. കുറേ കളർ ഗൈസ്. ഇതിൻ്റെ ഇതൊരു പക്ഷീസ് കട്ടർ ഇതിന്. പിന്നെ ഒരു ഗ്രീൻ ഇങ്ങനത്തെ ഒരു ഗ്രീൻ സ്കട്ടർ. അതിൻ്റെ പോലെ തന്നെ ഒരു യെല്ലോ സ്കട്ടർ. അയ്യോ സൗണ്ട് ആയി. പിന്നെ അതിനെ പോലെ തന്നെ ഒരു പിങ്ക് സ്കട്ടർ. ഇനിയും താഴ്ത്താനുണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. അതാ പിന്നെ ഒന്നുണ്ട് ഒരു കളക്ഷൻ. എൻ്റെ ഫുൾ കളക്ഷൻസാണ്. എല്ലാം ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ വെക്കും. പിന്നെ ഒരു ബേറസ് കട്ടർ. പിന്നെ 3 4 ഞാൻ കാണിച്ചു. ഇതൊരു സ്കട്ടർ, ഇതൊരു സ്കട്ടർ, ഇതൊക്കെ കളർ. ഇതൊരു സ്കട്ടർ. ഇനി ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ പൊടിച്ചൊരു സാധനമാണ്. ഫുള്ള് മണിയൊക്കെ ഉണ്ട് അത്ര. ഇതൊക്കെ ഞാൻ പൊടിച്ചിട്ടായി ഫുള്ള്. അപ്പോൾ എന്നാലും ഒരു സുരക്ഷിതം ക്യൂട്ട്. ഇത് എനിക്ക് എൻ്റെ ദീദി തന്നത്. ക്യൂട്ട്. ഓക്കെ മുഖം. പിന്നെ ഞാൻ ലാസ്റ്റ് സാധനം കാണിച്ചിട്ട് ലാസ്റ്റ് സർപ്രൈസ് ഉണ്ട്. അടുത്ത കളക്ഷൻ പെൻസിൽ കളക്ഷൻ. ഇത് 2 അല്ലാണ്ട് കുറേ ഉണ്ടാവും കേട്ടോ. പെൻ കളക്ഷനാണ്. ഓരോ കളക്ഷനും ഉണ്ട്. പെൻ കളക്ഷൻ കുറേ കണ്ട് നിങ്ങൾക്ക് 2 കണ്ടു. പെൻ കളക്ഷൻ 2. അയ്യ ഇത് സ്മൈലി ആട്ടോ. ഞാൻ ഡ്രസ്സിൽ കുത്തുന്ന എനിക്ക് എൻ്റെ ടീച്ചർ തന്നെയാണ് വെക്കേഷന്. ഇതില്ല ഫിക്സ് ആക്കുന്ന ഒരു സാധനമാണ്. അതായത് കിൻഡർ ജോയിൻ്റ് കിട്ടിയാണ്. ഇത് ബ്രേസ്ലെറ്റ് എന്ന് പറയാം. അടുത്തത് നിങ്ങൾ കളിക്കുന്നതിൻ്റെ സാധനമാണ്. നല്ല അവസരം കിട്ടും. എല്ലാ അവസരം പറയുമ്പോൾ ലാസ്റ്റ് സാധനം കാണിക്കാം. ഒരു ക്ലിപ്പ്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ക്ലിപ്പ്. പിന്നെ എന്തില്ല.
പിന്നെ ആളുള്ളത് ഇത് ചെറിയ തോന്നുന്നു. ഗൈസ് ഇപ്പോഴാണ് ഒരു മിനിറ്റാണ്. പിന്നെ പറഞ്ഞ കുറേ കളേഴ്സ് ഉണ്ട്. ഇത് ഇതാണ് മറ്റേ നേരത്തെ കാണിച്ച സ്കെയിലിൻ്റെ എല്ലാം ഇത്ര ഉണ്ട്. അയ്യോ ഇത് പോകുന്നു. ഞാൻ ലാസ്റ്റ് സർപ്രൈസ് വെക്കുന്നില്ല നിങ്ങൾക്ക്. അയ്യോ കണ്ടോ ഇപ്പം? അയ്യോ നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടോ ഗൈസ്? നോക്കുമ്പോൾ ക്യൂട്ട് സാധനമായിട്ട് ഭയങ്കര ക്യൂട്ടാണ്. ചില്ലാണെങ്കിൽ ചെറിയൊരു പേടിയുണ്ട്. എവിടെ നിന്നാണ് കിട്ടിയെന്നൊന്നും ഓർമ്മയില്ല. മാത്രതാ ഇത് ഓക്കെ. പിന്നെ ഞാൻ കാണിക്കുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് എനിക്ക് മറ്റേ ഇപ്പോൾ കാണിച്ച മറ്റേ കിളിയും ഇതുമാണ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഫേവറേറ്റായി. പിന്നെ ഒരു സാധനമുണ്ട്. അയ്യോ പോയി ഇതാ ഇങ്ങനൊക്കെ ആക്കാൻ മതി. എളുപ്പത്തിൽ റൗണ്ട് വെക്കാൻ കഴിഞ്ഞാട്ടോ. അതിങ്ങനെ ബുക്ക് വെച്ച് ഞാൻ വെക്കും. ബുക്കിൻ്റെ മുകളിൽ ഇങ്ങനെ എന്നിട്ട് എന്താ പെൻസിൽ ഇതിങ്ങനെ അളവിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് പെൻസിൽ ഇങ്ങനെ ആക്കും. അപ്പോൾ കിട്ടും. അങ്ങനെയുണ്ട്. അല്ല അത് നോക്കാം. യുവ സാധനങ്ങളാണല്ലേ. ഇങ്ങനെ ഞാൻ പറഞ്ഞ അയ്യോ ഇതിങ്ങനെ ഒരു പേപ്പറിൽ കുത്തും. ഇങ്ങനെ വെക്കും നടുവിൽ പേപ്പറിൽ. പിന്നെ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. ഇവിടെ അവിടെ പെൻസിൽ വെച്ചിട്ട് ഇതാ പെൻസിൽ അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ ഇതിവിടെ പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ റൗണ്ട് കഴിഞ്ഞ് കിട്ടും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നെല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ബോക്സ് വെറുതെ കാലിയായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. എന്നാൽ എനിക്ക് വായിക്കാനൊരു സുഖമാണ്. ഇന്നത്തെ വീഡിയോയിൽ കമൻസ് വേണമെങ്കിൽ വായിക്കാം. ഒരു വീഡിയോക്ക് വന്നാൽ ഉണ്ടാവും. ഒരു വീഡിയോക്ക് തന്നെ കമൻറ്റ് വായിക്കാട്ടോ. ഈ വീഡിയോയിൽ അതിന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്നുമില്ല. പെട്ടെന്ന് 13 മിനിറ്റ് ഇനി ഇങ്ങനെ സിബിടാട്ടോ. അപ്പോൾ എൻ്റെ വാട്സ് മൈ ബാഗ് തീർന്നു. അത് ഞാൻ സിബിടട്ടെ. നല്ലതുണ്ട്. ഇത് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ഒരു ബാഗ് കാണിച്ചിട്ട് 2 ബാഗ് 3 ബാഗ് 13 മിനിറ്റോ സെക്കൻഡോ ആ മിനിറ്റിൽ തീർത്തിട്ടുണ്ട്. ഈ പൗഡർ മാറ്റിച്ചു. നമുക്ക് വെക്കാം. ഞാൻ എൻ്റെ ടേബ് എടുത്തിട്ട് വരുന്നത് അതിൽ കമൻറ്റ് ഞാൻ വായിച്ചുതരാം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ താഴെ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് കുറച്ച് സംശയമുള്ള കമൻറ്റൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ ഉദ്ദേശിച്ചത്? മലയാളത്തിൽ ഇട്ടോ, വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇട്ടോ. ഇംഗ്ലീഷും കഴിയും മലയാളം കഴിയും. ഇഷ്ടമുള്ള ഹിന്ദി ഒന്നും വന്നിട്ട് അത് കഴിയുള്ളൂ. അപ്പം ഞാൻ ടാബ് എടുത്തിട്ട് വരാം. അപ്പം ഞാൻ എൻ്റെ ടാബ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൽ ഞാൻ കുറേ കമൻറ്റ് വന്ന വീഡിയോ ആണ് ഇത്. പിന്നെ ഞാൻ കുറേ ദിവസം മുമ്പ് ടുമോറോ ഈസ് മറിയൂസ് ബർത്ത്ഡേ പ്ലീസ് വിഷ് ടു മറിയൂ ഹാപ്പി ബർത്ത്ഡേ മറിയൂ പറഞ്ഞിട്ടൊരു കാർഡ് ഇങ്ങനെ ഇട്ടീന് തന്നു. അതിൽ വന്നൊരു കമൻ്റാണ് ആരായിട്ട് ഐന
ഷാഹിൽ എന്ന് പറഞ്ഞ ഒരാൾ കുട്ടിയാണ് ഹാപ്പി ബർത്ത്ഡേ മറിയൂ എന്ന്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടു താങ്ക്സ് താങ്ക്സ് എന്ന്. ഞാനല്ല എൻ്റെ മറ്റേ ഓൾ തന്നെ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതാ മൈ മദ്രസ പരിപാടി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡാൻസ് വീഡിയോ. അയ്യോ ചിത്തിരപ്പൊളി മുത്തവരി അതിന് വന്നത് 422 വ്യൂവേഴ്സാണ്. ഞാൻ ഒരാളിട്ടു കുണ്ടണ്ടായി സ്റ്റേജിന് പുറകിൽ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇട്ടു വാട്ട് ഈസ് കുണ്ടണ്ടായി. അതിന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുണ്ടണ്ടായി ഇതാ അയ്യോ ദേവാസിയ എന്നാണ് പറഞ്ഞത് കുട്ടിയുടെ പേര് തോന്നുന്നത്. ഇതാ അവിടെ കുണ്ടണ്ടായി സ്റ്റേജിന് പുറകിൽ. അപ്പം ഞാനിട്ടു എന്താ വാട്ട് ഈസ് കുണ്ടണ്ടായി. അടുത്ത ആളിട്ടു ഹറാം. എന്ത് ഹറാമെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. ഞാനിട്ടു എന്ത് ഹറാമാ, എന്ത് ഡാൻസ് ഹറാമാന്ന്. ഇപ്പോൾ ഇട്ടു ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ, ഡാൻസും പാട്ടുമൊക്കെ ഹറാം എന്നാണ് കിതാബിൽ ഉള്ളത് എന്ന്. അപ്പോൾ വേറൊരാൾ അത് ഈ ഇട്ടാൾ എന്തില്ലാണ് റോഡ് ഇമേജിന് ആണോ. പിന്നെ റവ എന്ന് പറഞ്ഞൊരു ഒരാൾ പാട്ട് ഹറാം ആണ് പുള്ള, പിന്നെ ഒക്കെ കുത്തു മദീന അതെന്നെ. അപ്പം ഞാൻ ഇട്ടു അതന്നെ കറക്റ്റ് ഹറാം പോലും എന്നിട്ട്. പിന്നെ എനിക്ക് ഹറാം അതെനിക്ക് ഇത്ര വിശ്വാസം തോന്നില്ല. പിന്നെ എന്താ പുള്ള എന്താ അത് കുറേ കൊട്ടിച്ചിരി ഉണ്ട് കേട്ടോ, പൊട്ടിച്ചിരി മാത്രം. പിന്നെ ഗെയിമിനൊന്ന് പിന്നെ ഒക്കെ കുത്തുമദീന അതൊരു വേറെ ഒരു ഓക്കെ. അപ്പം ഞാൻ ചെറിയ കുട്ടികളുടെ ഡാൻസ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല അത് ഉസ്താദ് കിതാബിൽ ഉള്ളതാണെന്ന്. അപ്പോൾ ഞാൻ അടുത്തിട്ടിട്ടു വാട്ട് ഈസ് യുവർ ക്ലാസ് എന്ന്. അപ്പോൾ മദ്രസ ഫൈൽ എന്നിട്ടു വാട്ട് വിൽ ബി ഫൈൽ എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്നും ഇട്ടില്ല. പിന്നെ ഒരാൾ ഇസ്ലാം ഈസ് ഡേഞ്ചറസ് എന്നിട്ട്. അപ്പം ഞാൻ വാട്ട് ഇട്ടു, അത്ര ഇട്ടിട്ടുള്ളൂ. യൂല കുറേ മിനിറ്റ്സ് ആവുന്നുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യണം എന്നിട്ട് വൈൻഡപ്പ് ആയിട്ട് ഞാൻ എല്ലാവരും ഫോട്ടോ കാണിച്ചു. ഐശ്വൻ്റെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ഐശ്വൻ്റെ പ്രൊഫൈൽ ഇതാണ്. പിന്നെ മറിയോൻ്റെ ഗ്രൂപ്പിൽ മറിയോൻ്റെ പ്രൊഫൈൽ ഇതാണ്. അത്രയാളേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ.